കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പാകിസ്ഥാന്റെ പേരുകൾ ഇപ്പോഴുണ്ട്. ഈ പാകിസ്ഥാൻ മുക്ക് അല്ലെങ്കിൽ ജിന്ന മുക്ക്. അപ്പോൾ ഈ പഹൽഗാമിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലപ്പേരുകൾ മാറ്റണമെന്നൊരു ആവശ്യം കേരളത്തിൽ ഉയരുന്നുണ്ട്. എന്ത് നോക്കുമ്പോൾ അതിൻ്റെ അതൊരു വർഗീയത ഉണ്ടാവും. ഇത് വർഗീയതയല്ല. എന്തിനാ ഇത് പിന്നെ അതിന് മലയാളം ഒരു ശത്രുരാഷ്ട്രത്തിന്റെ ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിൻ്റെ പേരാ ശത്രുരാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇടുന്നതിലൊരു അത് ഉള്ളതെന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ. ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം. ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര. ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിഷം ഉറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമത്തെ ഉപയോഗിക്കുകയാണ്. ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ജനം ഉൾപ്പെടെ. അതല്ല, അതൊക്കെ എത്രയോ വർഷക്കാലം കഴിഞ്ഞുപോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് തകർത്തതുപോലെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട. അത് കേരളത്തിൽ നടക്കുകയും ചെയ്യില്ല. ആളെ ചൈനയിലേക്ക് പാകിസ്ഥാനെ പേരുണ്ടായിരുന്നോ? അല്ല, ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ല ഇല്ല. പിന്നെ എന്തിനാണ് ചോദ്യം എന്ന്? ആവശ്യമില്ലാതെ ചോദിക്കാൻ പാടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ചൈനയിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ. ഇവിടെ അങ്ങനെ പേരുണ്ടെങ്കിൽ എനിക്കറിയില്ല അതുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ. ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടണ്ട. പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം, പേര് മാറ്റാതിരിക്കാൻ വേറൊരു ഭാഗം. അതാ ഞാൻ പറഞ്ഞത്, ജനകീയ സംഘർഷം ഉണ്ടാക്കാനാണ്. ആ സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ദയവ് ചെയ്ത് ഈ വിഷം എവിടെയെങ്കിലും മാറ്റി വെക്ക്. ജനങ്ങളുടെ മേലെ പ്രയോഗിക്കാൻ പുറപ്പെട്ടതാ എന്നാ പറയാനുള്ളത്. വിഷം ചീറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ മുദ്രാവാക്യമുള്ളൂ, ഒറ്റ പരിപാടിയുള്ളൂ. അത് ഈ വിഷം ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഉപകരണം എന്ന രീതി നിങ്ങൾ ഉപയോഗിക്കുകയാണ്, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ. തികച്ചും തെറ്റാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ നോക്കൂ. അങ്ങനെ ജീവിക്കണമെന്ന് ജനങ്ങളോട് നിർദ്ദേശിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്രത്തോളം അപകടകരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന്.